ഈ ഓണത്തിന് റിലീസാവുന്ന വൺ ഓഫ് മോസ്റ്റ് ഹൈപ്പഡ് മൂവിയാണ് ഖലീഫ. എന്നാൽ ആ ഒരു ഹൈപ്പിനൊത്ത് പടം ഉയർന്നു. ഉയർന്നെന്ന് എനിക്ക് തോന്നിയത് പടത്തിന്റെ ഒരു അവസാനത്തെ ഒരു 10 മിനിറ്റ് ആണെന്ന് പറയേണ്ടി വരും. അതെന്താണെന്ന് എന്തായാലും ഇപ്പോൾ പറയുന്നില്ല. കാരണം അതറിയാതെ കാണുന്നതായിരിക്കും ബെറ്റർ. ഖലീഫയിലെ മെയിൻ ആമീർ അലി, നമ്മുടെ പൃഥ്വിരാജ് ഇൻട്രോ അടിപൊളിയായിരുന്നു. ഹാൻഡ് കോംബാറ്റ് ഫൈറ്റ്സ് ഒക്കെ അത്യാവശ്യം നന്നായിരുന്നു തന്നെ പറയാം. അതിലേറെ ഞാൻ ശ്രദ്ധിച്ചത് പുതിയ മുഖം പൃഥ്വിരാജിനെ പോലുള്ള ആ ഒരു ലുക്സ് ആണ്. എന്തായാലും അടിപൊളിയായിട്ട് തന്നെ ഫീൽ ചെയ്തെന്ന് പറയാം. പിന്നെ കത്തിലെ കോർപ്പറേറ്റ് വില്ലൻ നിതിൻ മുകേഷ്, ഇതിലും ആ ഒരു ലുക്ക് ഒക്കെ ഉണ്ടെങ്കിലും എന്തോ ഒരു ഫാക്ടർ മിസ്സിംഗ് ആയി തോന്നി എന്ന് തന്നെ പറയാം. ലാസ്റ്റ് ഫൈറ്റിലെ ഒരു മൂവ്മെന്റ് മാത്രമാണ് എനിക്ക് അടിപൊളിയായിട്ട് തോന്നി എന്നൊക്കെ പറയാൻ പറ്റുന്നത്. ഡബ്ബിങ് എന്തോ ഒരു പെർഫെക്റ്റ് ആവാത്ത പോലെയാണ് ഫീൽ ചെയ്യുന്ന പറയാം. സോ വില്ലൻ സൈഡ് കുറച്ച് വീക്ക് ആയതുപോലെ തോന്നി എന്നുകൂടിയും പറയണം. ഇനി സ്റ്റോറി ആൻഡ് സ്ക്രീൻ പ്ലേ നോക്കിയാൽ നത്തിങ് ന്യൂ ടു ഓഫർ എന്ന് പറയേണ്ടി വരും. സെയിം ഗോഡ് സ്മഗ്ലിംഗ് ഒക്കെ തന്നെയാണ് ഖലീഫയിലും. ഖലീഫ പോലെ ഒരു മച്ച് ഹൈപ്പർ ആയിട്ടുള്ള മൂവിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഹൈ മൂവ്മെന്റ്സ് എനിക്ക് അത്രയും കിട്ടില്ല എന്ന് പറയേണ്ടി വരും. ഈവൺ ഇമോഷണലിയും എനിക്ക് അത്ര കണക്ട് ആവാതെ പോയി എന്ന് തന്നെ പറയേണ്ടി വരും. എനിക്ക് ഓവറോൾ എല്ലാവരുടെയും പെർഫോമൻസ്, ഫൈറ്റ്സ്, മ്യൂസിക്, വിഷ്വൽസ് അങ്ങനെ എല്ലാം കൂടി നോക്കുമ്പോൾ ഒരു എബോ ആവറേജ് സിനിമ എക്സ്പീരിയൻസ് ആയിരുന്നു ഖലീഫ സമ്മാനിച്ചത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമ്പോസിൽ രേഖപ്പെടുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഓർത്തുള്ളൂ, ഇറ്റ്സ് നോൺ മല്ലു എക്സ്പ്രസ്.